തെരഞ്ഞെടുപ്പിന് ഞാൻ മനസ്സിലാക്കിയത് ശരിയാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് സോഫ്റ്റ്വെയർ ഉള്ളത് പിന്നെ ടാറ്റ കൺസൾട്ടൻസിയുടെ കയ്യിലാണ്. ഞാൻ മനസ്സിലാക്കിയത് ശരി ആണെങ്കിൽ തെറ്റാണെന്ന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞാൽ ഞാനത് തിരുത്തും. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ ഇരിക്കുന്ന ടാറ്റ കൺസൾട്ടൻസിയുടെ കയ്യിൽ വോട്ട് ചേർത്തതെല്ലാം ഈ സോഫ്റ്റ്വെയർ വഴിയാണല്ലോ ഓട്ടോമാറ്റിക്കായിട്ട് മാറുന്നത്. അവിടെ എന്ത് നടന്നു എന്നുള്ളത് അന്വേഷിക്കണ്ടേ? അത് അന്വേഷിക്കാൻ വേണ്ടിയാണ് ഞാൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്ത് ക്രിമിനൽ കേസ് എടുക്കണം. ഇത് പുതിയ പരാതി. ഇലക്ഷൻ സമയത്ത് കൊടുത്തത് ജില്ലാ കളക്ടറായ ജില്ലാ ഓഫീസർക്കാണ്. ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് പോലീസിനാണ്. പോലീസ് ഇതിനകത്ത് ക്രിമിനൽ കേസ് എടുക്കണം. ക്രിമിനൽ കേസ് എടുത്ത് രേഖകൾ വരുത്തണം. അപ്പോൾ ഇതിന് സത്യം കൊണ്ടുവരാൻ പറ്റും. ഞാൻ അത് ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ അതിൻ്റെ ഒരു കഠിനാധ്വാനത്തിൽ, കാരണം ഇലക്ഷൻ കമ്മീഷൻ എല്ലാം ഇപ്പോൾ ബ്ലോക്ക് ചെയ്തിരിക്കുക. ഇലക്ഷൻ കമ്മീഷൻ സൈറ്റിൽ പോയി നമ്മൾ വോട്ടർ പട്ടികയുടെ ഒരു പ്രിൻ്റ് എടുക്കാൻ വേണ്ടി മീഡിയ ശ്രമിച്ചു നോക്കിയാൽ നമുക്ക് വായിക്കാവുന്ന പ്രിൻ്റ് കിട്ടാൻ മാർഗ്ഗമില്ല. രാഹുൽ ഗാന്ധി അത് ഉന്നയിച്ചുകൊണ്ടുകൂടി എല്ലാ വോട്ടർ പട്ടികകളിലെയും പ്രിൻ്റ് എടുക്കാൻ പറ്റാത്ത രീതിയിൽ, വിസിബിൾ അല്ലാത്ത രീതിയിലാക്കി മാറ്റി അതിൻ്റെ ഇലക്ഷൻ കമ്മീഷൻ സൈറ്റിൽ എടുക്കുന്നതെല്ലാം. അപ്പോൾ ഇതിനെക്കുറിച്ച് ഹൈ ലെവൽ അന്വേഷണം വേണം. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഒരു സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് ഈ സംഭവത്തിൽ ജുഡീഷ്യൽ എൻക്വയറി നടത്തണം. വളരെ സീരിയസ്. പിന്നെ തൃശ്ശൂർ ജില്ലയിലെ വോട്ടർ പട്ടികയിൽ വോട്ട് അനധികൃതമായി എൻട്രി ചെയ്തത് ഫൈനൽ വോട്ടർ പട്ടിക പബ്ലിഷ് ചെയ്യുന്ന സമയത്താണ്. പിന്നെ കരട് വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നില്ല. ഇതിനെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ ഏൽപ്പിച്ച സ്വകാര്യ കമ്പനിയുടെ പങ്കെന്താണ്, ആ ഹയർ ലെവൽ ഇലക്ഷൻ ഉദ്യോഗസ്ഥന്മാരുടെ പങ്കെന്താണ് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായും ഒരു ജുഡീഷ്യൽ എൻക്വയറി സിറ്റിംഗ് ജഡ്ജിയെ കൂടെ നടത്തണം.